ഒപ്പം നടന്നവർ വഴക്കിട്ട് പിരിയുന്ന കാഴ്ചയാണ് ഇനി നമുക്ക് കാണാൻ സാധിക്കുക. അതെ, മഹാരാഷ്ട്രയിൽ എൻഡിഎയിലും മഹാവികാസ് അഘാഡിയിലും സീറ്റ് വിഭജനത്തിൽ തർക്കങ്ങൾ രൂക്ഷമായിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം അതോടെ എളുപ്പത്തിലല്ല നടക്കുന്നത് എന്ന് വേണം പറയാൻ. സഖ്യകക്ഷികളെല്ലാം 100 സീറ്റിൽ കൂടുതൽ മത്സരിക്കാനാണ് താല്പര്യപ്പെടുന്നത്. ഇത് വലിയ തർക്കങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയ്ക്ക് 110 സീറ്റിൽ മത്സരിക്കണമെന്നാണ് ആഗ്രഹം. ഷിൻഡെയുടെ ഔദ്യോഗിക വസതിയായ വർഷയിൽ കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിരുന്നു. മന്ത്രിമാർ, എംപിമാർ, എംഎൽഎമാർ എന്നിവർ പങ്കെടുത്തിരുന്നു. പാർട്ടി നിരീക്ഷകരെ നിയമിച്ചിട്ടുണ്ട്. 100 സീറ്റിലെങ്കിലും തിരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചോളാനാണ് ഷിൻഡെ നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതേസമയം ബി.ജെ.പി 100 സീറ്റുകൾ ശിവസേനയ്ക്ക് നൽകുമോ എന്നതാണ് ഏറ്റവും വലിയ കാര്യം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സഖ്യകക്ഷികളുടെ പ്രകടനം ദയനീയമായിരുന്നു. അജിത് പവാറിന്റെ എൻസിപി വൻ തകർച്ചയാണ് നേരിട്ടത്. അതുകൊണ്ട് കൂടുതൽ സീറ്റുകൾ തന്നെ ആവശ്യപ്പെടുന്നതിന് പരിധികളുണ്ട്. എന്നാൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ നിയമസഭാ സീറ്റിലും ഓരോ നേതാക്കൾക്ക് ചുമതല നൽകാനാണ് ഷിൻഡെയുടെ തീരുമാനം. നേരത്തെ മുൻ മന്ത്രി രാംദാസ് കഥം തന്നെ ഷിൻഡെയുടെ സാന്നിധ്യത്തിൽ 100 സീറ്റുകൾ ആവശ്യപ്പെട്ടിരുന്നു. ഇത് ഷിൻഡെയുടെ അറിവോടെയാണെന്ന് അഭ്യൂഹങ്ങളുമുണ്ട്. പക്ഷേ മഹായുതിയിൽ ഇതിനോടകം ഷിൻഡെയുടെ നീക്കങ്ങൾ പ്രശ്നങ്ങൾക്ക് കാരണമായിരിക്കുകയാണ്. അജിത് പവാറിന്റെ എൻസിപി വിട്ടുകൊടുക്കാൻ ഉദ്ദേശമില്ലാതെ നിൽക്കുകയാണ്. 85 മുതൽ 100 സീറ്റുകൾ വരെ അജിത് പവാറിന്റെ പാർട്ടിക്ക് മത്സരിക്കാനായി ആവശ്യപ്പെടുന്നുണ്ട്. മുതിർന്ന ക്യാബിനറ്റ് അംഗമായ ധർമ്മ റാവു ആത്രം ആവശ്യപ്പെടുന്നത് അജിത് പവാറിന്റെ പാർട്ടിക്ക് 100 സീറ്റ് ലഭിക്കണമെന്നാണ്. 100 സീറ്റുകളിൽ പ്രവർത്തനം ആരംഭിച്ചുവെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞിരുന്നു. നേരത്തെ ജഗൻ ഭുജ്ബൽ സമാനമായ ആവശ്യം ഉന്നയിച്ചിരുന്നു. ഇത് വലിയ പ്രശ്നങ്ങൾ സഖ്യത്തിൽ ഉണ്ടാക്കുകയുണ്ടായി. ഷിൻഡെയും അജിത്തും വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ നിൽക്കുകയാണ്. അതേസമയം കൂടുതൽ സീറ്റിൽ മത്സരിക്കാനുള്ള ആഗ്രഹം ബി.ജെ.പി മറക്കേണ്ടി വരും. എന്നാൽ അതിന് ബി.ജെ.പി തയ്യാറായേക്കില്ല എന്നതാണ് സത്യം. സംസ്ഥാന സർക്കാരിന്റെ പദ്ധതികളെ കുറിച്ച് ഓരോ വീടുകളിലും വിവരങ്ങൾ എത്തിക്കണമെന്ന് ഷിൻഡെ പാർട്ടി നേതാക്കളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പാർട്ടിയിലേക്ക് പുതിയ അംഗങ്ങൾ കൊണ്ടുവരാനും തിരഞ്ഞെടുപ്പിന് മുൻപായി ഷിൻഡെ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മഹായുതിയിലെ ഒരു നേതാവുമായും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ലെന്ന് പാർട്ടി നേതാക്കൾ ഉറപ്പാക്കണമെന്നും ഷിൻഡെ നിർദ്ദേശിച്ചിരിക്കുകയാണ്. സഖ്യകക്ഷികളായതുകൊണ്ട് ചില സീറ്റുകൾ വിട്ടുകൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ചില സീറ്റുകളിൽ മറ്റ് സ്ഥാനാർത്ഥികൾ വരാമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം സിറ്റിംഗ് എംഎൽഎമാർക്ക് കൂടുതൽ പരിഗണന സ്ഥാനാർത്ഥിത്വത്തിൽ നൽകും. എംവിഎയിൽ ശരത് പവാറിന്റെ എൻസിപിയും ഉദ്ധവിന്റെ ശിവസേനയും 100-ലധികം സീറ്റുകൾ വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഇതോടെ എന്തു ചെയ്യണമെന്നറിയാതെ അങ്കലാപ്പിലായിരിക്കുകയാണ് എൻഡിഎ സർക്കാർ.